ക്ലിക്കിൽ റൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കിങ്കോ റൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ 2 വേർഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ഫോർ വിൻഡോസ്, അതേപോലെ ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ്. ഡൗൺലോഡ് ഫോർ ആൻഡ്രോയിഡ് എന്നുള്ളതാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഇവിടെ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. നോക്കുക, ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്നും ഇതൊന്ന് ഓപ്പൺ ആക്കുകയാണ്. ഞാനിവിടെ നിന്ന് ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാളിൽ പ്രസ് ചെയ്തു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഞാൻ കിങ് റൂട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ കിങ്കോ റൂട്ടും ഇൻസ്റ്റാൾ ചെയ്തു. കിങ് റൂട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഒരു റൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇനി ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഫോൺ റൂട്ട് ചെയ്തിട്ടുള്ളതാണോ എന്നാണ്. റൂട്ട് ചെക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റൂട്ട് ആണോ അല്ലയോ എന്ന് നോക്കാൻ സാധിക്കും. ഇവിടെ വെരിഫൈ റൂട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ റൂട്ട് ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഇതിപ്പോൾ റൂട്ടല്ല, ഫോൺ റൂട്ടഡ് അല്ല. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ താഴെയായി ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിൽഡ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഒരു അടുപ്പിച്ചൊരു 7 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആക്കി ഇവിടെ USB ഡീബഗിംഗ് എന്നുള്ളത് എനേബിൾ ചെയ്യും. അതിനുശേഷം നിങ്ങൾ റൂട്ട് ചെയ്യുക. ഞാനിവിടെ ഒന്നും വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ് കിങ്കോ റൂട്ട് എന്നുള്ളത്. ഞാനിവിടെ ചെയ്തത് എൻ്റെ ഫോണിൽ റൂട്ട് അക്സസ് വല്ലതും ഇൻസ്റ്റാൾ ആണോ എന്ന് നോക്കി അതിനുശേഷം USB ഡീബഗിംഗ് ഓൺ ആക്കി അതിനുശേഷം കിങ്കോ റൂട്ട് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോ റൂട്ട്, 1 ക്ലിക്ക് റൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനോടൊപ്പം തന്നെ ഉണ്ട്. ഞാൻ ഈ 1 ക്ലിക്ക് റൂട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഫോൺ റൂട്ട് ചെയ്യാൻ പോവുകയാണ്. 1 ക്ലിക്ക് റൂട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോക്കുക, ഇവിടെ ഫോൺ റൂട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 40% ആയിട്ടുണ്ട്. ഈ സെയിം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തും റൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് റൂട്ട് ചെയ്യുന്ന ഒരു രീതി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും അങ്ങനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് റൂട്ട് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം റൂട്ടിങ്ങിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുക. എല്ലാ ഫോണുകളും നിങ്ങൾക്ക് റൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പുതിയ അപ്ഡേഷനുകളൊക്കെ ലഭിച്ച ഫോണുകളൊന്നും എൻ്റെ അഭിപ്രായത്തിൽ റൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ലോലിപോപ്പ്, അതേപോലെ മാഷ്മെല്ലോ തുടങ്ങിയ അപ്ഡേഷനുകളുള്ള ഫോണുകളൊന്നും റൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിൽ നമുക്ക് റൂട്ട് ചെയ്താൽ മാത്രം ലഭിക്കുന്ന പല ആപ്ലിക്കേഷനുകളും ഓൾറെഡി ഗൂഗിൾ ഇപ്പോൾ അതിൽ ആഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം റൂട്ട് ചെയ്യുക. അതേപോലെ കുറഞ്ഞ MBയും കുറഞ്ഞ റാമും ഒക്കെയുള്ള ഫോണുകളിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകളൊക്കെ കാണും, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വരുന്ന ഫോണുകളൊക്കെ തന്നെ 3GB 4GB ഒക്കെ റാമുള്ള ഫോണുകളാണ്. റൂട്ട് ചെയ്യാതെ തന്നെ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോണുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തതിന് ശേഷം റൂട്ട് ചെയ്യുക. എല്ലാ ഫോണുകളും എടുത്ത് റൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ ഫോണ് ഗാലക്സി എന്ന് പറയുന്ന ഗാലക്സി ഡ്യൂസ് GT 18552 എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഇത് ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ പെർഫോമൻസ്. ഇത് ഉപയോഗിച്ച് മടുത്തതിന് ശേഷമാണ് ഞാൻ അവർക്ക് ഇതൊന്ന് റൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ കുറേ ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് റൂട്ട് ചെയ്യുന്നത്. 90%-ലെത്തി. എന്നാൽ ഇതിന് മുമ്പോട്ട് പോകുന്നില്ല. എറർ കോഡ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിപ്പോൾ റൂട്ട് ചെയ്തതിൽ എന്തോ എറർ പറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിത് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് റൂട്ട് ചെയ്യാം. ഞാൻ ഈ കിങ്കോ റൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ കമ്പ്യൂട്ടർ വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം വീണ്ടും റൂട്ട് ചെയ്ത് നോക്കാം. എന്തായാലും 1 ക്ലിക്കിൽ ഈ ഫോൺ റൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ കമ്പ്യൂട്ടർ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് ഒന്ന് റൂട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. കിങ്കോ റൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ കമ്പ്യൂട്ടർ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ആദ്യം മൊബൈൽ വേർഷൻ ഉപയോഗിച്ചാണ് ഇത് റൂട്ട് ചെയ്യാൻ നോക്കിയത്, എന്നാൽ അത് സക്സസ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ വേർഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്.
ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇവിടെ നിന്നും ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്നും ഫിനിഷ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ അപ്ഡേറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് ഫോൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് USB ഡീബഗിംഗ് എനേബിൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് ഉപയോഗിക്കുന്ന USB കേബിൾ ഒറിജിനൽ കേബിൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അത് ഡെഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ കേബിൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഫോണ് USB കേബിൾ കണക്ട് ചെയ്യുകയാണ് ഫോണിലേക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലീസ് എനേബിൾ USB ഡീബഗിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാം. ഞാനിവിടെ ഓൾറെഡി USB ഡീബഗിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, കണക്റ്റിംഗ് എന്നിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നോക്കുക, ഫോണിൻ്റെ മോഡൽ ഏതാണെന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം റൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും ഡയറക്റ്റ് റൂട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ ഫോൺ റൂട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. റൂട്ടിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫോണ് ഒന്ന് റീസ്റ്റാർട്ട് ആവും. അതിനുശേഷം നമുക്ക് റൂട്ട് ചെക്കർ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഫോൺ റൂട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇതിന് കുറച്ച് സമയം എടുക്കും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ റൂട്ടിംഗ് ഇപ്പോൾ 57% ആയിട്ടുണ്ട്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഇത് സക്സസ് ആവുമോ എന്ന്. എന്തായാലും മൊബൈലിൽ ഇത് സക്സസ് ആയില്ല. എന്തോ പ്രോബ്ലം, എന്തോ എറർ വന്നുകൊണ്ടാണ്. എല്ലാ ഫോണുകളിലും നമുക്ക് മൊബൈലിലൂടെ 1 ക്ലിക്ക് ചെയ്ത് റൂട്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഓരോ ഫോണിനും ഓരോ രീതിയിലാണ് റൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ. നിങ്ങൾക്ക് അഥവാ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റൂട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തും റൂട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. STA ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് റൂട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലഭിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിങ് റൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച കിങ്കോ റൂട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ iRoot എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. അങ്ങനെ റൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതിനു മുമ്പും റൂട്ട് ചെയ്തിട്ടുള്ളത് കിങ്കോ റൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. അതേപോലെ iRoot എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും റൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 99% പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതുവരെ റൂട്ട് ചെയ്തതിൽ. ആദ്യമായിട്ടാണ് ഇപ്പോൾ റൂട്ട് ചെയ്ത് ഫോൺ 1 ക്ലിക്ക് റൂട്ട് ചെയ്തിട്ട് റൂട്ട് ആകാതിരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടു കാണും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 66% ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് സക്സസ് ആകുമായിരിക്കും. ഞാൻ ഈ ഫോണിൽ, എൻ്റെ ഫോണ് സാംസങ്ങിൻ്റെ GT 18552 എന്ന് പറയുന്ന ഫോണാണ്. ഇതിൽ ഞാൻ പല പ്രാവശ്യം കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. വല്ല ലോലിപോപ്പോ മാഷ്മെല്ലോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും കസ്റ്റം റോം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ. പക്ഷേ ഇതിൽ നടക്കുന്നില്ല. ഞാൻ കരുതി അങ്ങനെ നടക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ കരുതിയതാണ്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഫോണിൽ അത് നടക്കുന്നില്ല. സാംസങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു മറ്റ് ഒട്ടുമിക്ക മോഡലുകളിലും കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ ഈ ഒരു ഫോണിൽ അത് നടക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റൂട്ട് സക്സസ്ഡ്. ഇവിടെ ഇപ്പോൾ ഫോൺ കംപ്ലീറ്റ് റൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഇനി ഫോണിലൊന്ന് നോക്കാം. സൂപ്പർ യൂസർ എന്ന് പറയുന്ന ഒരു റൂട്ട് അസസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനർത്ഥം ഫോണ് റൂട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കിനി വീണ്ടും റൂട്ട് ചെക്കർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൂട്ട് ചെക്കർ ഓപ്പൺ ആക്കി അതിനുശേഷം വെരിഫൈ റൂട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ റൂട്ട് അലൗ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഞാൻ അലൗ എന്ന് കൊടുത്തു. നോക്കുക, ഇവിടെ കൺഗ്രാലേഷൻ റൂട്ട് അസസ് ഈസ് പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ഓൺ യുവർ ഡിവൈസ്. ഇത് റൂട്ട് അസസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഫോൺ റൂട്ട് ആയിട്ടുണ്ട്. ഇതാണ് സൂപ്പർ യൂസർ റൂട്ട് അസസ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഫോൺ റൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ വാറണ്ടി നഷ്ടപ്പെടും തുടങ്ങിയ ചില കാര്യങ്ങളുമുണ്ട്. റൂട്ടിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം അത് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ 1 ക്ലിക്ക് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം.
എല്ലാ ഫോണിലും എൻ്റെ ഫോണിൽ ഇപ്പോൾ ഉണ്ടായ പോലുള്ള പ്രോബ്ലം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് 1 ക്ലിക്ക് മെത്തേഡ് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് റൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.